അതാണ് ശരിക്കും ഗർഭിണീനെ വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. മീൻസ് നമുക്ക് ആ ഒരു കെയറിങ് ഒക്കെ നമ്മൾ അവര് ഒരു ഗർഭിണി വണ്ടിയിലിരിക്കുമ്പോ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള കറക്റ്റ് നമുക്ക് ആ കാര്യം മനസ്സിലായത് ആ സമയത്താണ്. എന്തോ ആയിക്കോട്ടെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇവളെന്നോട് പറഞ്ഞു, "ചേട്ടായി എനിക്കെന്തോ ഒരു ഫ്ലൂയിഡ് പോലെ എന്തോ എനിക്കിത് വരുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ബാത്റൂമിലൊന്ന് പോണംന്ന്" പറഞ്ഞിട്ട് ഞാൻ ഇവളെയും കൊണ്ട് ബാത്റൂമിൽ ലേഡീസിന്റെ ബാത്റൂമുണ്ട്. അവിടെ ചെന്ന് ബാത്റൂമിന്റെ ഡോറിന്റെ അവിടെ എത്തിയവഴിക്ക് പൊട്ടി വീഴുന്നത് പോലെ ഫ്ലൂയിഡ്. എനിക്കിപ്പഴും ഓർമ്മയാണ്. എനിക്ക് ആ ബാത്റൂമിന്റെ പുറത്തേക്ക് ഇവള് ഉടുപ്പ് മൊത്തം നനഞ്ഞ് ഞാനപ്പ തന്നെ ഒരാളും ഇല്ല അവിടെ. അപ്പ തന്നെ അവിടുന്ന് ഒരു വീൽ ചെയർ എടുത്ത് ഞാൻ ആ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഇവളെ തള്ളി അപ്പുറത്തെ സൈഡിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ നമ്മളാ പോകുന്ന പോക്കില് സിവിൽ ഐഡി കാരണം ഡെലിവറിക്ക് എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറൊന്നുമില്ല. നേരെ അതിന്റെ ഉള്ളിൽ കേറുന്നു. ഉള്ളിൽ കേറിയിട്ട് അവിടെ എത്തിയ വഴിക്ക് തന്നെ ഒരു ബൈസ്റ്റാൻഡർ വന്നിട്ട് അവളെ സ്ട്രോളർ പിടിച്ച് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ തൊട്ട് പുറത്തൊരു കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മളെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതെല്ലാം കൊടുക്കണം. കൊടുത്തതിന് ശേഷം ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മരി അവിടുന്ന് നടന്നു വരിക. ഏത് ഉള്ളീന്ന് ആ ഉടുപ്പ് ഇട്ടിട്ട് നടന്നു വരിക മരിയ. ഞാനപ്പോ ഇത് കണ്ടപ്പോ എന്താടി എന്നെ പറ്റി? നമുക്കാണെങ്കിൽ അങ്ങോട്ട് ഉള്ളിയിട്ട് എൻട്രൻസ് ഇല്ല. എന്നാടി എന്നെ പറ്റിയ? നീ എന്താ നടന്നു വരണെന്ന് ചോദിച്ചു പറയാ. ചേട്ടായി ഉള്ളിൽ ചെന്നപ്പോ സിവിൽ ഐഡി ചോദിച്ചു. അപ്പൊ സിവിൽ ഐഡി ചേട്ടായിയുടെ അല്ലേ. അപ്പൊ പുള്ളിയൊരു മലയാളി ചേച്ചിയാണ് ചേട്ടാ. അവരെന്നോട് ചോദിക്കാ, "നിങ്ങള് ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരാണ്. സിവിൽ ഐഡി ഒന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരണേന്ന്" ചോദിച്ചു. അപ്പൊ "നിങ്ങൾ പോയിട്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു" എന്ന് പറഞ്ഞു. എനിക്ക് എനിക്കത് കേട്ടപ്പോഴേ മലയാളി നഴ്സുമാർ അതിന്റെ ഉള്ളിലുണ്ടായിട്ട് മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? കാരണം എനിക്ക് സഭയില് കണ്ണമാനം നഴ്സുമാരെ പരിചയമുണ്ട്. അവരൊക്കെ നല്ലൊരു ഇതാണ്. ചിലപ്പോ അവരുടെ ഡ്യൂട്ടിയുടെ സ്ട്രെസ് കാരണമായിരിക്കും. എന്നാലും എനിക്ക് അന്നേരം ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. നമ്മുടെ നാടല്ലല്ലോ. നമ്മുടെ നാടായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഞാൻ എന്നിട്ട് ഞാൻ ഒന്നും എന്നിട്ട് അപ്പോഴേക്കും ഞാൻ എന്നിട്ട് എന്റെ കയ്യിന്ന് പേപ്പറൊക്കെ മേടിച്ചിട്ട് അപ്പോഴേക്കും അവിടുന്ന് ഞാനിങ്ങനെ ചെറുതായിട്ട് പറഞ്ഞപ്പോഴേക്കും ഒരു ബസ് സ്റ്റാൻഡർ കൊണ്ടുവന്ന് അവളെ ഇരുത്തിയിട്ട് തള്ളിക്കൊണ്ടുപോയി. അങ്ങനെ അപ്പൊ തന്നെ ആ കൗണ്ടറിലിരിക്കുന്നവര് എനിക്ക് 1, 2 നമ്പർ എഴുതി തന്നു. "നീ നേരെ റൂമിലേക്ക് പോവാ. ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലേബർ റൂമിൽ നിന്ന് ഏത് റൂമിലേക്ക് പോയിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാ അത് 2 മണിക്കൂർ, 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും." അപ്പൊ ഈ പറഞ്ഞ പോലെ അന്നേരം വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അപ്പൊ എപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് റൂമിലേക്ക് കൊണ്ടുവരിക. അപ്പോ ആ ഏത് റൂമിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു.